60 വയസ്സിലേറെ പ്രായമുള്ള ഈ നാട്ടുകാരൻ പറയുന്നു, താൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ഈ വൃക്ഷം ഇങ്ങനെ തന്നെ ഇവിടെ നിന്നിരുന്നതായി താൻ ഓർമ്മിക്കുന്നു എന്ന്. 1953 ഇവിടെ 1-ാം ക്ലാസ്സിൽ സ്കൂൾ വരുന്ന സമയത്ത് 1-ാം ക്ലാസ്സിൽ ആദ്യം പഠിക്കുമ്പോൾ ഈ മരം നമ്മളൊക്കെ വലിയ അത്ഭുതം നോക്കുന്ന ഒന്നാണ്. അന്നിവിടെ വലിയ നേരത്തെ പറഞ്ഞ പോലെ കാട് പ്രദേശമാണ്. പക്ഷേ ഇവിടെ അന്ന് ഞാൻ ചെറുപ്പത്തിലുണ്ടായ ഒരു വസ്തുത, ഇവിടെ കുംഭമാസം 20-ാം തീയതി ഒരു ആണ്ടിയൂട്ട്, കാവടി പൂജ ആണ്ടിയൂട്ട് ഈ നാട്ടിൽ വലിയൊരു ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് ധാരാളം ആളുകൾ വൈകുന്നേരം കുംഭമാസം 20-ാം തീയതി വരും. ഇവിടെ വലിയ ആഘോഷമാണ്. ഒരു അമ്പു നായർ എന്ന് പറഞ്ഞ ആളാണ് ആണ്ടിയൂട്ട് നടത്തിയിരുന്നത്. അദ്ദേഹം പിന്നെ മരിക്കുന്ന സമയത്ത് കാവടിയൊക്കെ പളനിയിൽ കൊണ്ടുപോയി നിർത്തി പിന്നെ നിന്നു. പക്ഷേ ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ മുമ്പ് തന്നെ ഇവിടെ വലിയ 2 ആൽ വൃക്ഷം ഉണ്ടായിരുന്നു. 3 വൃക്ഷങ്ങളുണ്ടായിരുന്നു ഇവിടെ. ആൽ വൃക്ഷം പോയി. പിന്നെ ഒരു തറ, വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ, മോരും വെള്ളം കൊടുക്കാനുള്ള ഒരു തറയുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ പണ്ടൊക്കെ ഇന്ന് ബസ് യാത്രാ സൗകര്യം വെച്ച് നടന്നു പോവാണ്. കാഞ്ഞങ്ങാട് നിന്ന് ഇവിടത്തേക്ക് ചുമടും കൊണ്ട് നടന്നു പോകുന്നവർ ചുമടൊക്കെ ഇവിടെ ഇറക്കി വെച്ച് വെള്ളമെല്ലാം കുടിച്ച് കുറച്ച് മുറുക്കി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ പോവാം. അപ്പോൾ എന്ത് പരിപാടിയുണ്ട്, അമ്പലത്തറ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 5 ദേവാലയങ്ങളുണ്ട്. മടിക്കൈമാടം, കണിക്കൂലം, നാദക്കോട്ട്, പെരിയാങ്കോട്ട്, കന്നാടം പള്ളി.